ഹായ് ഓൾ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഏകദേശം ഒരു 3 മാസം ആവാനായപ്പോഴേക്കും SSC CGL 2025 ടിയർ 1ൻ്റെ റിസൾട്ട് ഇന്ന് ഔട്ടായിരിക്കുകയാണ് കേട്ടോ. പല ആൾക്കാരും പറഞ്ഞ പോലെയൊന്നുമല്ല. പല ആൾക്കാരും പറഞ്ഞ് വേക്കൻസി കുറവാണ്, കഴിഞ്ഞ പ്രാവശ്യത്തിന് കട്ട് ഓഫ് കൂടും കുറേ എന്നൊക്കെ പറഞ്ഞ് അന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്താണ് പുതിയ തരം നോർമലൈസേഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് നോക്കിയിരുന്നിട്ട് ആരും പഠിക്കാതിരിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നോക്കാം. നിങ്ങൾ ഡീറ്റെയിൽസ് ഒന്നുമില്ല, ജസ്റ്റ് കട്ട് ഓഫ് നോക്കാം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ്. ഒന്ന് ഇതൊന്നും നോക്കണ്ട, ഇതൊക്കെ ജസ്റ്റ് എൻ്റെ റൈറ്റപ്പ് ആണ്. ഇതിലൊന്നും അങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നുമില്ല. 3 ലിസ്റ്റ് ഉണ്ടാവും. ഒന്ന് മെയിൻ ലിസ്റ്റ്, പിന്നെ JSOൻ്റെ ലിസ്റ്റ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ ലിസ്റ്റ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ നോക്കണ്ട. ഇതിൽ നോക്കിയേ, മെയിനായിട്ട് വരാനുള്ള ലിസ്റ്റ് 1 എന്ന് പറയുന്നത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള ലിസ്റ്റാണ്. നമുക്കറിയാം അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു പേപ്പർ 2 എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പേപ്പർ നമ്മൾ എഴുതണം. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലൊന്ന് പറയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഓൾറെഡി 6000ഓളം കുട്ടികൾ ഇതിൽ ക്വാളിഫൈ ആയിട്ടുണ്ട് JSON ലിസ്റ്റ്. അപ്പോൾ എന്തായാലും കുറച്ച് 500 കുട്ടികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ്സുകളോ ഓഫ്ലൈൻ ക്ലാസ്സുകളോ ഇതിന് ഓൺലൈൻ ക്ലാസ് ഓൾറെഡി നമ്മുടെ ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും അത് പബ്ലിഷ് ചെയ്യും. ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആർക്കെങ്കിലും നമ്മുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് JSO കട്ട് ഓഫ് ക്ലിയർ ചെയ്ത ആൾക്ക് വേണമെന്നുള്ളവർക്ക് ഞാനൊരു നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. മിനിമം 2 പേരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ക്ലാസ് കണ്ടക്ട് ചെയ്യും കേട്ടോ. അല്ല ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ കണ്ടക്ട് ചെയ്യൂ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആർക്കൊക്കെ വേണമെന്ന് പറയാം. താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു എമിനൻ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റി വെച്ചാൽ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. 8089447765. അതായത് മെയിനായിട്ട് 2 ലിസ്റ്റാണ്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ ലിസ്റ്റും JSOൻ്റെ ലിസ്റ്റും. അപ്പോൾ ഈ 2 ലിസ്റ്റിൽപ്പെട്ട ആളുകൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് അവരോട് പറഞ്ഞാൽ മതി, പേരും ഡീറ്റെയിൽസ് കൊടുത്താൽ നമ്മളിവിടെ നമ്മുടെ കാലിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് എത്ര ക്ലാസ് ആണോ നിങ്ങൾക്ക് വേണ്ട അത്രയും ക്ലാസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് വേണ്ട ക്ലാസ് ഫ്രീ ആയിട്ട് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് കേട്ടോ. അത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഓൺലൈൻ ക്ലാസ്സുകൾ വേണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷനിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഓരോ മൊഡ്യൂൾ വൈസ് സെപ്പറേറ്റ് തിരിച്ച് ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ള റിസൾട്ടിൻ്റെ കൂടെ. അപ്പോൾ ഓക്കെ, OBC കട്ട് ഓഫ് UR കട്ട് ഓഫ് ഒന്നും വലിയ വ്യത്യാസമില്ല, നല്ല സെയിം ആണ് കേട്ടോ. അത് JSO കട്ട് ഓഫിന്റെ OBC UR രണ്ട് സെയിം ആണ്, 153 ആണ്. ഇത് കണ്ടാലും ടെൻഷൻ അടിക്കണ്ട. ഇത് JSO പേപ്പർ എഴുതേണ്ട ആളുകൾക്ക് മാത്രമുള്ള ലിസ്റ്റാണ് കേട്ടോ. ഇനി അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ, അതും സെപ്പറേറ്റ് പോസ്റ്റിന് വേണ്ടി അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് UR ആണ്. നമ്മുടെ മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് താഴെ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ കട്ട് ഓഫ് നോക്കുക. കഴിഞ്ഞ പ്രാവശ്യം പല കുട്ടികളും വെറുതെ നിങ്ങളെ പേടിപ്പിക്കാനും മറ്റേതായിട്ട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 153 കട്ട് ഓഫ്, ഇപ്രാവശ്യം എന്തായാലും 155 പോകും. കാരണം കഴിഞ്ഞ പ്രാവശ്യം വേക്കൻസി കുറവല്ലേ. അത് വെറുതെ വായി തോന്നി മൊത്തം വിളിച്ചു പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ലാണ്. വെറുതെ ബാക്കിയുള്ള ചാനലുകളും മറ്റതും പറയുന്നതും കേട്ടി വെറുതെ ആകാശത്ത് നിന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കേണ്ട. SSCന്റെ റിസൾട്ട് വരുന്നവരെ നിൽക്കുക. നോക്കിയേ, കട്ട് ഓഫ് എത്രയേ ഉള്ളൂ? UR കട്ട് ഓഫ് എന്ന് പറയുന്നത് 136 ഉള്ളൂ. OBC കട്ട് ഓഫ് 130. പിന്നെയോ പിന്നെ EWS 127, SC 114, ST 106. അപ്പോൾ 136 ആണ് നമ്മുടെ UR കട്ട് ഓഫ്. നോക്കിയേ, കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യം 153 ആയിരുന്നു, പ്രാവശ്യം 136. പുതിയ തരം നോർമലൈസേഷൻ ആണ്, എന്തും സംഭവിക്കാൻ നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും വേക്കൻസി കുറഞ്ഞിട്ട് പോലും 1000-2000 വേക്കൻസി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറവാണ്. എന്നിട്ട് പോലും കട്ട് ഓഫ് നോക്കിയാൽ 136. പിന്നെ മാത്രമല്ല പരീക്ഷയുടെ സ്റ്റാൻഡേർഡും മൊത്തത്തിൽ കൂടുതലല്ലെങ്കിലും ഇംഗ്ലീഷ് പോലത്തെ ടോപ്പിക്കിനും GK പോലത്തെ ടോപ്പിക്കിനും സ്റ്റാൻഡേർഡ് കുറച്ച് കൂടുതൽ കൂടി ആയതുകൊണ്ട് കട്ട് ഓഫ് എന്തായാലും കുറയും നമ്മൾ അന്നേ പറഞ്ഞതാണ്. പക്ഷേ അന്ന് നമ്മൾ തെറി പറയായിരുന്നില്ല അവർ കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നു പല കുട്ടികളും ഇതുവരെ പഠിക്കാതെ ഈ 3 മാസം വേസ്റ്റ് ആക്കിയിരുന്ന ആളുകളുണ്ടാവും. 120, 130, 135 കിട്ടിയ ആളുകൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും ക്വാളിഫൈ ആവില്ല എന്നും പറഞ്ഞ് വെറുതെ സമയം വേസ്റ്റ് ആക്കിയ ആളുകളുണ്ടാവും. നിങ്ങളോട് അന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമയം വേസ്റ്റ് ആക്കരുത്, 3 മാസം വേസ്റ്റ് ആക്കരുത്, നന്നായിട്ട് പഠിക്കുക. കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം ടിയർ 1 നോക്കാം. പക്ഷേ ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇതിൽ തന്നെ പറയുന്നുണ്ട്, പരീക്ഷ എന്നാൽ നടക്കുക എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് കേട്ടോ. ടിയർ 2 പരീക്ഷ ജസ്റ്റ് നമുക്കൊരു 1 മന്ത് സമയമുള്ളൂ. ഓക്കെ, ഇതിൽ പറയുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് എന്താ? ഓക്കെ, അത് കുറച്ച് ആളുകളുടെ വിത്ത് റോൾ നമ്പർ ആണെന്നൊക്കെ നോക്കുക, നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ പരീക്ഷ ടിയർ 2 പരീക്ഷ എന്ന് നടക്കുന്നതാണ്. കുറേ ആൾക്കാർ ടെൻഷൻ അടിക്കുന്നില്ല, ഫെബ്രുവരി ആവോ മാർച്ച് ആവോ എന്നൊക്കെ ചോദിച്ചു. ഒന്നുമില്ല, ഇവിടെ പറയുന്നുണ്ട് ടിയർ 2 പരീക്ഷ 3rd വീക്ക് ഓഫ് ജനുവരിയിൽ നടക്കുന്ന പ്രത്യേകതയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 3rd വീക്ക് ഓഫ് ഡിസംബർ ആയി, ജസ്റ്റ് 1 മന്തും കൂടെ നമുക്ക് പരീക്ഷയ്ക്ക് സമയം ഉണ്ടാവും. അപ്പോൾ പറയാനുള്ള ഇത്രയേ ഉള്ളൂ. 1 മന്ത് കൊണ്ട് ഇനിയെങ്കിലും ആരെങ്കിലും തുടങ്ങി ഇനി ജസ്റ്റ് നോക്കുക 1 മന്ത്. കാരണം ഇപ്പോൾ ഇനി ഒരു 1 മന്ത് കൊണ്ട് എന്തെങ്കിലും ആക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ക്ലിയർ ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ ലെവൽ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കി 1 മന്തെങ്കിലും നല്ല രീതിയിൽ ഒന്ന് പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ JSO പേപ്പറൊക്കെ ക്ലിയർ ചെയ്ത ആളുകളുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, JSO എന്ന് മാത്രം പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോകരുത്. അത് നിങ്ങൾക്ക് നഷ്ടമാണ്. കാരണം JSO എന്ന് മാത്രം പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അവിടെ സൈഡ് ആവും. സ്റ്റാറ്റിക് മാത്രം ലാസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്ത് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ JSO കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വേണേൽ ഒരു ചെറിയ രീതിയിലൊന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മാർക്കും പിന്നെ പേപ്പർ ടിയർ 2ൻ്റെ ബാക്കിയുള്ള 390 മാർക്ക് കൂടെ കൂട്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് JSOൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഒരിക്കലും JSO എന്ന് പറഞ്ഞാൽ മാത്രം ഇനി ഒരു മാസം അങ്ങോട്ട് പഠിച്ച് പോകരുത്. അത് നമുക്ക് നഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ അതായത് ഞാൻ പറഞ്ഞത് ചെറിയ 1 2 3 ദിവസം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതിന് കംപ്ലീറ്റ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇൻഫോം ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങളുടെ പേര് കൊടുക്കുക, കംപ്ലീറ്റ് ക്ലാസ് കേട്ടോ. ഇനി ഓൺലൈൻ ക്ലാസ് മതി എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിൽ കൂടി ഓൺലൈൻ ക്ലാസ്സും അതിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് അവൈലബിൾ ആയിരിക്കും. ബാക്കിയുള്ള ക്ലാസ്സുകൾ കംപ്ലീറ്റ് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. കംപ്ലീറ്റ് ക്ലാസ്സുകൾ ഫ്രീ ആയിട്ടൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലും മറ്റതൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം. ഓക്കെ, പിന്നെ ഇനി ആർക്കെങ്കിലും ഇനി അങ്ങോട്ട് പഠിച്ചു തുടങ്ങണം, ടിയർ 2 ജസ്റ്റ് മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഓൺലൈൻ കോഴ്സും അവൈലബിൾ ആണ്. വെറും 499 റുപ്പീസ് നിങ്ങൾ സൈറ്റിൽ കയറുക. 10ഓളം മോക്ക് ടെസ്റ്റുകൾ, സെക്ഷൻ 1ഉം ഫുൾ മോക്കും പിന്നെ വീഡിയോസ് ക്ലാസ്സുകൾ അതിൻ്റെ ഡിസ്കഷൻ ഒക്കെ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം,
അതും പർച്ചേസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പം നടന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇനിയെങ്കിലും SSCയുടെ സൈറ്റിൽ ഒഫീഷ്യലായിട്ട് വരുന്നത് വരെ ബാക്കിയുള്ള റൂമേഴ്സിനെ വിശ്വസിക്കാതിരിക്കുക. കാരണം ഈ ഒരു വീഡിയോസും മറ്റേതൊക്കെ കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും അതിൽ വീണ് പോയിട്ട് അവരുടെ പ്രിപ്പറേഷൻ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയ ആളുകൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. കാരണം കഴിഞ്ഞ പ്രാവശ്യം 153 ആണ്, അതിന്റെ മുകളിൽ പ്രാവശ്യം കട്ട് ഓഫ് വരുന്നു പറഞ്ഞിട്ട് എല്ലാവരും പേടിപ്പിച്ച് അങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇനിയെങ്കിലും SSCന്റെ വെബ്സൈറ്റിൽ ഒഫീഷ്യലായിട്ട് വരുന്നത് വരെ ബാക്കിയുള്ള ഒരുത്തനും പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. നിങ്ങളുടെ ലൈഫാണ്, അവർ പറയുന്നത് കേട്ട് അതിന്റെ പിന്നാലെ പോയാൽ കോഞ്ഞാട്ടയാൻ പോകും. അപ്പോൾ അതുകൊണ്ട് അതിന് നിൽക്കാതിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മൾ SSC മലയാളി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, കോൺടാക്ട് ചെയ്യുക. എന്തായാലും ഇനി Tier 2 പരീക്ഷയുടെ മുമ്പ് എന്തായാലും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ യൂട്യൂബിൽ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും, എസ്പെഷ്യലി ഫോർ മാത്സ് ആൻഡ് ഇംഗ്ലീഷ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഗുഡ് ഈവനിങ്.